ഹായ് ഡിയേഴ്സ്, നമ്മുടെ ഓണപരീക്ഷ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണല്ലേ. 10ാം ക്ലാസ്സിൽ നിങ്ങൾ കയറിയതിന് ശേഷം ഇപ്പൊ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ കയറിയ സമയം മുതൽ നിങ്ങളോട് പറയാറുണ്ട്, എല്ലാവരും പബ്ലിക് എക്സാം എഴുതാനുള്ള ആൾക്കാരാണേ, നന്നായിട്ട് പഠിക്കണേ, നിങ്ങളുടെ ഭാവി ഡിറ്റർമൈൻ ചെയ്യാൻ പോകുന്നത് SSLC പബ്ലിക് എക്സാം ആണ്. ഇങ്ങനെ പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരുപാട് പേടി നമ്മുടെ 10ാം ക്ലാസ്സിനെ പറ്റി കയറി കൂടിയിട്ടുണ്ടാവും. ഇനി വേറെ കുറച്ച് ആൾക്കാരുണ്ട്, ഇതിനെപ്പറ്റിയൊന്നും ഒരു പേടിയില്ല, പക്ഷെ എക്സാം അങ്ങോട്ട് അടുക്കുമ്പോൾ മാത്രം ടെൻഷനായിട്ട് വരും. മക്കളെ, നിങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരുമായിക്കോട്ടെ, ഏത് കാറ്റഗറിയിലുള്ള കുട്ടികളുമായിക്കോട്ടെ, ചിലപ്പോൾ എല്ലാം പഠിച്ചു കഴിഞ്ഞവരുണ്ടാവാം, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം, ഒന്നും പഠിക്കാത്തവരുണ്ടാവാം. നിങ്ങളെല്ലാവരും ഈ ഒരു മിനിറ്റ് മിസ്സിനെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, നമ്മൾ എല്ലാ കൊല്ലവും SSLCയുടെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം സൈലത്തിൻ്റെ എക്സലൻസ് അവാർഡുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഏകദേശം ഇപ്പം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 10ഓളം ജില്ലകളിൽ എക്സലൻസ് അവാർഡിന് പോയിട്ടുണ്ട്. നമ്മൾ എല്ലാ ജില്ലകളിലും എക്സലൻസ് അവാർഡ് നടത്താറുണ്ട്. ഈ എക്സലൻസ് അവാർഡ് നടത്തുന്ന സമയത്ത് നമ്മുടെ കുട്ടികളൊന്നും ഒറ്റയ്ക്കല്ല വരിക അവാർഡ് മേടിക്കാനായിട്ട്. അവരുടെ പാരൻസിനെയും കൂട്ടിയിട്ടാണ് വരിക. അപ്പോൾ ആ ഒരു പാരൻസിൻ്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അവർ കണ്ണ് നിറഞ്ഞിട്ടാണ് പലരും സ്റ്റേജിൽ വന്നെന്ന് സംസാരിക്കുക. മന്ത്രിമാരും ഒരുപാട് പ്രമുഖരായിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നുമൊക്കെ ഇങ്ങനെ അവാർഡ് കാണുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ഈ പാരൻസ് നമ്മുടെ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി കൈയടിക്കുന്നത്, വീഡിയോസ് എടുക്കുന്നത്, അവരെ പറ്റി അഭിമാനത്തോടെ സംസാരിക്കുന്നത് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ എന്തിനാ പഠിച്ചിട്ട്, ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ തവണ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ SSLCയിൽ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മുടെ പാരൻസിൻ്റെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഫുൾ A+ ആണ്, അല്ലെ എനിക്ക് അതിൽ തന്നെ ഫുൾ മാർക്കാണ് എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷം, അവരുടെ മുഖത്തുണ്ടാകാൻ പോകുന്ന ആ ഒരു അഭിമാനം, ആ ഒരു മൊമെന്റ് മാത്രം ആലോചിച്ചാൽ മതി നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നന്നായി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി പല മക്കൾക്കും പഠിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പഠിക്കാൻ കഴിയാതെ പോകാറുണ്ട്. ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളാവാം, ചിലപ്പോൾ അതല്ല നമുക്കൊണ്ട് പറ്റുന്നില്ല, എത്ര ശ്രമിച്ചിട്ടും കുറേ നേരം നമുക്കൊരു അരമണിക്കൂർ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചിലർക്ക് ഒരുപാട് പഠിക്കുന്നു, പക്ഷെ പഠിച്ചതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നേരിടുക. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഓണപരീക്ഷ ഇനി വെറും 10 ദിവസങ്ങൾക്കകലെയാണുള്ളത്, അല്ലേ? അപ്പോൾ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 40-നടുത്ത് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ മക്കളെ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്നതൊക്കെ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് തന്നെയാണ്, അല്ലേ? അപ്പോൾ ഓരോ പരീക്ഷയുടെ സമയത്തും നിങ്ങൾക്ക് താങ്ങായി തണലായി നിങ്ങൾക്ക് കംപ്ലീറ്റ് സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണയും അതിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഓണപരീക്ഷയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് സപ്പോർട്ടുമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും. അപ്പോൾ ചോദിക്കും, മിസ്സേ SSLCൻ്റെ എക്സാം വരുന്നത് മാർച്ചിലല്ലേ, അതിനിപ്പോഴേ നമ്മൾ പഠിക്കണമെന്നല്ലേ? മക്കളെ, ഈ 10ാം ക്ലാസ്സിൽ കയറി നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത് ഓണപരീക്ഷയാണ്. ഈ ഓണപരീക്ഷയുടെ മാർക്ക് വെച്ചിട്ടാണ് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ജേർണിയും തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ ഓണപരീക്ഷയ്ക്ക് തന്നെ നിങ്ങൾ നന്നായി പഠിച്ച് നല്ല മാർക്കോട് കൂടി ഫുൾ മാർക്ക് തന്നെ നേടാനായിട്ട് ശ്രമിക്കുക. അവിടെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് മക്കൾ, 40,000-ലധികം വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ നമ്മുടെ അസ്ത്ര ബാച്ചിനെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഭാഗമാകാൻ കഴിയാത്തവർക്ക്, ഇനിയും ഒന്നും പഠിച്ചു തുടങ്ങാത്തവർക്ക്, ഞാൻ തോറ്റുപോകുമെന്ന് പേടിയുള്ളവർക്ക്, ഞാൻ ഒന്നും എത്തിയിട്ടില്ല, ഞാൻ ഇപ്പോഴും 0 തന്നെയാണ് ഇന്ന് തോന്നലുള്ളവർക്ക് വേണ്ടി നമ്മളുടെ അസ്ത്ര 3.0 ബാച്ച് ലോഞ്ച് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മക്കളെ കംപ്ലീറ്റ് ആയിട്ട് തുടക്കം മുതൽ തന്നെ അടിപൊളിയായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. സോ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, നിങ്ങൾ അസ്ത്ര 3.0 ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10% ഓഫർ, ഈ ഒരു ഫ്രീഡം ഓഫർ പ്രമാണിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ട് കാര്യം, അല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യാം, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 10% ഓഫർ കിട്ടും. ഇനി നമ്മുടെ അസ്ത്ര 3.0 ബാച്ചിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് മക്കളെ? നിങ്ങൾക്ക് ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് ആയിട്ടും ലൈവ് ആയിട്ടും ക്ലാസ്സുകൾ ഉണ്ടാവും, പേൾ വീഡിയോസ് നിങ്ങൾക്ക് ആക്സസ് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മോഡൽ പേപ്പർ. അതായത് ഓണപരീക്ഷയ്ക്ക് മുമ്പായിട്ട് നമ്മൾ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും. ഈ മോഡൽ എക്സാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ലഭിക്കും. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസർക്ക് ഡിസ്കഷൻസ് ലഭിക്കും, റിവിഷൻ ക്ലാസ്സുകൾ കിട്ടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ, നിങ്ങളൊന്ന് പഠിക്കാൻ റെഡി ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആകെ വേണ്ടത് ഞാൻ പഠിക്കാൻ റെഡിയാണ്, എനിക്കത് വേണം, എന്നെ കൊണ്ടത് സാധിക്കും എന്ന ഒരൊറ്റ
ഒരൊറ്റ തീരുമാനം മാത്രമാണ്. മക്കളെ, നമ്മൾ ഈ ഒരു നിമിഷത്തിൽ എടുക്കാൻ പോകുന്ന ഒരു ചെറിയ തീരുമാനമായിരിക്കും നിങ്ങളെ മുൻപോട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈഫിനെയും മാറ്റാൻ പോകുന്നത്. സോ ഇനിയും നിങ്ങൾ ലേറ്റ് ആക്കരുത് കേട്ടോ. ലിമിറ്റഡ് പീരീഡിലേക്കാണ് നമുക്ക് ഈ ഒരു 10% ഓഫർ ഉള്ളത്. സോ എത്രയും വേഗം തന്നെ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങളെ കാത്ത അസ്ത്ര 3.0 ബാച്ചിൽ ഞാനുണ്ടാവും. നമുക്ക് ഒന്നിച്ച് പഠിക്കണം, ഒന്നിച്ച് മുന്നോട്ട് പോകണം. ഓണപ്പരീക്ഷയ്ക്ക് ഫുൾ A+ മേടിക്കണം. ഓൾ ദി ബെസ്റ്റ്.